ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭം ആളിക്കത്തുകയാണ് ഇറാനിൽ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ജനജീവിതം ദുസ്സഹമാക്കിയതോടെയാണ് ജനം തെരുവിലേക്കിറങ്ങിയത്. ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടം നേരിടുന്നതിനായി തങ്ങളുടെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ മറികടക്കുന്നതിനായി ഒരു മാർഗം കണ്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ. അതെ, തങ്ങളുടെ കയ്യിലുള്ള ആയുധങ്ങളാണ് ഇറാൻ ഇതിനായി ഉപയോഗിച്ചത്. ക്രിപ്റ്റോ കറൻസിക്കായി തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അടക്കം വിൽക്കാനൊരുങ്ങുകയാണ് ഇറാൻ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാന്റെ നിലവിലെ സാഹചര്യം എന്താണ്? നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. ഞാൻ അമ്മു. ഇറാന്റെ ഔദ്യോഗിക പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ മിൻഡെക്സ് ആണ് ബാലിസ്റ്റിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവ ഡിജിറ്റൽ കറൻസികൾക്കും ബാർട്ടർ സംവിധാനത്തിനും പകരമായി വിദേശ രാജ്യങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്. ബാങ്ക് ഇടപാടുകൾക്ക് പകരം ഡിജിറ്റൽ കറൻസികളോ പ്രാദേശിക കറൻസികളോ ഉപയോഗിച്ച് ആയുധങ്ങൾ വാങ്ങാമെന്ന് മിൻഡെക്സിന്റെ പോർട്ടൽ വ്യക്തമാക്കുന്നു. അമേരിക്കൻ ഉപരോധ പട്ടികയിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ ക്രിപ്റ്റോ നെറ്റ്വർക്കുകൾ വഴി ഇടപാടുകൾ നടത്തുന്നത് ഉപരോധങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകില്ല എന്നും വാങ്ങുന്നവർ നടപടി നേരിടേണ്ടി വരുമെന്നും അമേരിക്കൻ ട്രഷറി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിലക്കയറ്റവും കറൻസിയുടെ മൂല്യത്തകർച്ചയും തിരികൊളുത്തിയ പ്രക്ഷോഭം ഇറാനിൽ ആളിപ്പടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് പ്രതികരണവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. ഇറാനിലെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ യുഎസും ഇസ്രയേലുമാണെന്നും കലാപകാരികളെ അടക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണെന്നും ഖമനേയി പറഞ്ഞു. സമാധാനപരമായ സമരം ചെയ്യുന്നവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ ഇറാനിൽ ഇടപെടുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ പ്രതികരണവും ഇപ്പോൾ പുറത്തു വന്നത്. അതിനിടെ ശനിയാഴ്ചയോടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 10 ഉയർന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഏകാധിപത്യം അവസാനിപ്പിക്കണമെന്നും രാജഭരണം തിരികെ കൊണ്ടുവരണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം. ശനിയാഴ്ചയോടെ പ്രക്ഷോഭം ഇറാനിലെ 31 പ്രവിശ്യകളിൽ 22ലേക്കും വ്യാപിച്ചതായി യുഎസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഔദ്യോഗിക കണക്കു പ്രകാരം ഒരു യുഎസ് ഡോളറിന് 42,000 റിയാലാണ് എക്സ്ചേഞ്ച് റേറ്റായി ഇറാൻ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നിരക്കിൽ അവിടെ ഡോളർ കിട്ടില്ല എന്നതാണ് വാസ്തവം. പുതിയ കണക്കുകൾ പ്രകാരം ഒരു ഡോളർ കിട്ടാൻ 14.2 ലക്ഷം റിയാലെങ്കിലും കൊടുക്കണം. കറൻസിയുടെ മൂല്യത്തകർച്ചയും പണപ്പെരുപ്പവും തടയാനായി അടുത്തിടെ റിയാലിൽ നിന്ന് 4 പൂജ്യങ്ങൾ വെട്ടിക്കളയാൻ ഇറാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും അതും ഗുണമുണ്ടായില്ല എന്നതാണ് വസ്തുത. 2022 മാസങ്ങളോളം നീണ്ട സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമാണിപ്പോൾ നടക്കുന്നത്. ഭക്ഷണത്തിന്റെയും വീട്ടുസാധനങ്ങളുടെയും വിലക്കയറ്റത്തിനെതിരെ കടകളടച്ച് വ്യാപാരികളാണ് ആദ്യം പ്രതിഷേധത്തിനിറങ്ങിയത്. പിന്നാലെ വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി. ഇതിനിടെ 2022 പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയ ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കെതിരെ മാനവികതയ്ക്ക് എതിരായ കുറ്റകൃത്യങ്ങൾ ചുമത്തി അർജന്റീനയിൽ നിയമ നടപടികൾ ആരംഭിച്ച വാർത്തകളും ഇതിനോടകം തന്നെ പുറത്തു വരുന്നുമുണ്ട്. ഇറാന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യക്കും ആശങ്കയുണ്ടെന്ന് പറഞ്ഞാലോ? അതെ, ഇറാനിലെ ചബഹാറിൽ വൻ നിക്ഷേപമൊഴുക്കി ഇന്ത്യ സജ്ജമാക്കിയ തുറമുഖത്തിന്റെ പ്രവർത്തനത്തിനും ഈ പ്രതിഷേധങ്ങൾ ഭീഷണി ആവുകയാണ് എന്നതൊരു വസ്തുതയാണ്. ഇറാനു മേലുള്ള ഉപരോധം അടുത്തിടെ അമേരിക്ക ചബഹാറിനും ബാധകമാക്കിയെങ്കിലും പിന്നീട് ഇന്ത്യക്ക് ഇളവ് അനുവദിച്ചിരുന്നു. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ. രാജ്യാന്തര ഗതാഗത ഇടനാഴി സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇന്ത്യയും ഇറാനും അഫ്ഗാനിസ്ഥാനും നേരത്തെ ഒപ്പുവെച്ചതോടെയാണ് ഇന്ത്യ ചബഹാറിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത്. ചബഹാറിലെ ഷാഹിദ് ബൈഹഷ്തി ടെർമിനലിന്റെ ആദ്യഘട്ട വികസനത്തിൽ ഇന്ത്യ നിർണായക പങ്കാളിയുമായി. 2018 മുതൽ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് ആണ് തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. 2014 തന്നെ ഇന്ത്യ ഇറാനുമായി ചബഹാറിന്റെ നിയന്ത്രണത്തിനുള്ള 10 വർഷ കരാറിൽ ഒപ്പും വെച്ചിരുന്നു. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാൻ $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തിയിട്ടുമുണ്ട്. 2024-25 ഇന്ത്യ 100 കോടി രൂപ വായ്പയും ചബഹാറിന് അനുവദിച്ചിരുന്നു. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിലേക്ക് ഇന്ത്യക്ക് നേരിട്ടെത്താവുന്ന പ്രവേശന കവാടമാണ് ചബഹാർ. ഇറാൻ, റഷ്യ, മധ്യേഷ്യൻ രാജ്യങ്ങളായ കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായും ഇന്ത്യക്ക് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ ചബഹാർ നിർണായകവും സഹായകവുമാണ്. യൂറോപ്പിലേക്കുള്ള ചരക്കുനീക്കവും ഇതുവഴി ഇന്ത്യ നടത്തുന്നുമുണ്ട്. ചബഹാറിൽ നിന്ന് ഇറാന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നു പോകും വിധം 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു റെയിൽപാതയും ഇന്ത്യ നിർമ്മിക്കുന്നുണ്ട്. പദ്ധതികൾ ഈ വർഷം മധ്യത്തോടെ യാഥാർത്ഥ്യമാക്കാനായിരുന്നു ഇന്ത്യയുടെ ശ്രമവും.
അതിനിടയിൽ മോശമാകുന്ന ഇറാന്റെ ആഭ്യന്തര സാഹചര്യം ഇന്ത്യക്കൊരു വൻ വെല്ലുവിളി തന്നെയാണ് ഒരുക്കുന്നതും.